ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെവൻത് സ്റ്റേറ്റ് സിലബസിലെ നമുക്കൊരു തേർഡ് ചാപ്റ്റർ ആണ്, പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നോക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂൾ ബുക്കാണ്, അല്ലെ? അതായത് ഒരു ലോ ബുക്കാണ്, അല്ലെങ്കിൽ ഒരു സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണ് ഏതെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭരണഘടനയെ കുറിച്ചിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് മഹാത്മാഗാന്ധി, അല്ലെ, നമ്മുടെ രാഷ്ട്രപിതാവ്, ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ ജനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ലഭ്യമാവണം എന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഒരു ഭരണഘടന വേണം, അല്ലെ? ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണഘടന, അതായത് മഹാത്മാഗാന്ധി ആഗ്രഹിക്കുന്ന ഒരു ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും, അതായത് കുറെ വർഷത്തെ അടിമത്തത്തിൽ കഴിഞ്ഞുകൂടിയ ജനങ്ങളാണ് നമ്മൾ, അല്ലെ? അതായത് ബ്രിട്ടീഷുകാര് നമ്മളെ കോളനി ആക്കി വെച്ച് ഒരുപാട് നമ്മളെ ചൂഷണം ചെയ്തതാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് മാറ്റിയിട്ട് നമുക്ക് എന്ത് വേണം? നമ്മുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്ന തരത്തിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നാണ് ഗാന്ധിജി ആദ്യം തന്നെ പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഭരണഘടന വേണം. അവിടെ പാവപ്പെട്ടവർ വരെ ഏറ്റവും സേഫ് ആയിരിക്കണം. അതായത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ട ആൾക്കാർക്കും ഇത് അവരുടെ രാജ്യമാണെന്ന് തോന്നണം. അതുപോലെ അവർക്ക് വോയിസ് ഉണ്ടായിരിക്കണം, അല്ലെ? അവരുടെ ഒപ്പീനിയനും ആൾക്കാർ കേൾക്കണം. അതുപോലെ എല്ലാ സമുദായങ്ങളും, അതിപ്പോ ഏത് മതവിഭാഗവും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഏത് ജനങ്ങളും ആയിക്കോട്ടെ, എല്ലാവരും ഒരുപോലെ, അല്ലെ, വളരെ സന്തോഷത്തോടെ ആ ഒരു പെർഫെക്റ്റ് ഹാർമണിയിൽ, അതായത് എല്ലാവരും സന്തോഷത്തോടെ അത്രയും സഹിഷ്ണുതയോടെ ജീവിക്കുന്ന ഒരു ലോകമായിരിക്കണം നമ്മുടെ ഇന്ത്യ. അതുപോലെ ഇന്ത്യയില് അൺടച്ചബിലിറ്റി, അല്ലെ, അയിത്തത്തിന് ഒരു അയിത്തം ഉണ്ടാവാനായിട്ടേ പാടുള്ളതല്ല. അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന്, ഇതിനൊന്നും നമ്മുടെ ഇന്ത്യയിൽ സ്ഥാനമേ ഉണ്ടാവാൻ പാടില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്ന ഒരു രാജ്യമായിരിക്കണം നമ്മുടെ ഇന്ത്യ. അപ്പൊ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, ഇതെല്ലാം നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഭരണഘടനയായിരിക്കണം ഇന്ത്യക്ക് വേണ്ടതെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഗാന്ധിജിയുടെ ഒരു അഭിപ്രായം കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ മാത്രം ആഗ്രഹമായിരുന്നില്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ട്, അല്ലെ? ഒരുപാട് ധീര യോദ്ധാക്കളുണ്ട്. അപ്പൊ അവർക്കൊക്കെയുള്ള ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന ആദ്യത്തെ തിരിച്ചടിയാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇത് കുറെ കാര്യങ്ങളിലൊക്കെ ഒരു തോൽവിയായിരുന്നെങ്കിലും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ ഒത്തൊരുമിച്ചതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് 1857 നമ്മൾ ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാര്, ഈവൻ ഗോത്രവർഗത്തിലുള്ള ആൾക്കാരും, അതുപോലെ തന്നെ കർഷകരും, അതുപോലെ തന്നെ പാവപ്പെട്ട പല ആൾക്കാരും, അല്ലെ, ഒരു സമൂഹത്തിന്റെ താഴെത്തട്ടിലാണെന്ന് ആൾക്കാർ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവർ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല സോൾജിയേഴ്സ്, അല്ലെ, സോൾജിയേഴ്സും രാജാക്കന്മാരും, അതുപോലെ തന്നെ ഫ്യൂഡൽ ലോഡ്സ്, അതായത് ഭൂ ഉടമകളുണ്ടല്ലോ, പ്രഭുക്കന്മാര്, അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ട് യുദ്ധം ചെയ്തതാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഇപ്പൊ യുദ്ധം എന്ന് പറയുമ്പോൾ വലിയ വലിയ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കൊലയും ഒന്നും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവര് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടി എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള ഒരു ബോധം നമ്മളിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്
ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് അല്ലെ. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, ആ ഒരു ദേശീയത അല്ലെ, നമ്മുടെ ദേശത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെ നാഷണലിസം, അതായത് ദേശീയത ഉണ്ടായപ്പോൾ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ദേശീയ സംഘടനകൾ ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ദേശീയ സംഘടനകൾ, അതിന് ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ ഒക്കെ നമുക്ക് ഇതിന് ഉദാഹരണങ്ങളായിട്ട് പറയാനായിട്ട് പറ്റും. അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ കുറെ ആൾക്കാർ ഒത്തുചേർന്നതിന്റെ ഭാഗമായിട്ട് നാഷണലിസം അല്ലെ, നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള ഒരു ബോധം ജനങ്ങൾക്കുണ്ടാവുകയും അതുവഴി ഒരുപാട് ദേശീയ സംഘടനകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്, പ്രാദേശിക സംഘടനകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, അതുപോലെ പൂനെ സാർവജനിക് സഭ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്കിപ്പോ ഈ ദേശീയ തലത്തിൽ ഇപ്പൊ അതായത് പ്രാദേശിക തലത്തിലാണ് നമ്മളിപ്പോ ഓർഗനൈസേഷൻസിനെ പറ്റി പറഞ്ഞ അല്ലെ, റീജിയണൽ ഓർഗനൈസേഷൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ റീജിയണൽ ഓർഗനൈസേഷൻസ് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് നമുക്കൊരു നാഷണൽ ഓർഗനൈസേഷൻ വേണ്ടേ. അതായത് നമുക്ക് ഇന്ത്യയുടെ ദേശീയ തലത്തില് നമുക്ക് എന്താണ് ഇവരെ എല്ലാവരെയും കൂടെ ഒന്നിപ്പിക്കാൻ പറ്റുന്ന ഒരു ദേശീയ സംഘടന വേണം എന്ന ആവശ്യം ഈ സമയത്ത് ഉടലെടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് 1885 1885 അല്ലെ, 1885 അന്ന് 1885 എന്താണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുകയാണ്. അഥവാ നിങ്ങൾ ഇന്ന് കാണുന്ന INC ഉണ്ടല്ലോ, INC നമ്മുടെ കോൺഗ്രസ് പാർട്ടി ഇല്ലേ. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പൊ ഒരുപാട് സ്പ്ലിറ്റും അതും ഇതും ഒക്കെ നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും INC നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് 1885 കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അതൊരു നാഷണൽ ഓർഗനൈസേഷൻ ആയിട്ട് വളർന്നു വരികയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടനാ മനോഭാവം ആൾക്കാർക്കിടയിൽ ഉണ്ടാവുന്നത്. അതായത് ദേശീയ തലത്തിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇവരെല്ലാം കൂടെ എന്ത് ചെയ്യുകയാണ്, ഒരുമിച്ച് നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു വികാരം ഉണ്ടാവുന്നത് ഈ ഒരു സമയത്താണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരെ അറിയിക്കുക, അതുപോലെ നമ്മൾ ജാതി മത ചിന്തകൾക്കപ്പുറം നമ്മുടെ പ്രദേശങ്ങൾക്കപ്പുറം നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ളൊരു ബോധം എല്ലാവരിലും ഉണ്ടാക്കുക. ഇതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന് ഈ നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആരെ അറിയിക്കുക, ബ്രിട്ടീഷ് അധികാരികളെ അറിയിക്കുക. രണ്ട്, നമ്മൾ എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറം അല്ലെ, നമ്മളിപ്പോ പറയുന്ന ഒരു ടേമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലെ, നാനാത്വത്തിൽ ഏകത്വം. അതായത് നമ്മൾ എല്ലാവരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ സംസാരിക്കുന്ന ഭാഷ വ്യത്യാസമായിരിക്കും, നമ്മൾ ഫോളോ ചെയ്യുന്ന റിലീജിയൻ വ്യത്യാസമായിരിക്കും, നമ്മുടെ ജാതി വേറെ ആയിരിക്കും. പക്ഷേ നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണ് അല്ലെ. അപ്പോ ആ ഇന്ത്യക്കാര് എന്നുള്ള ഒരു വികാരം അല്ലെ, നമ്മൾ എല്ലാവരും ഇന്ത്യൻസ് ആണെന്നുള്ള ഒരു വികാരം, ദേശീയത വളർത്തുക. അപ്പൊ ഇത് രണ്ടുമായിരുന്നു നമ്മുടെ INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ പഠിച്ചിരിക്കേണ്ട പോയിന്റ് 1885 നമ്മുടെ INC വന്നു എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ വെറുതെ വിദേശ ശക്തികളെ ഇവിടുന്ന് ഓടിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾക്ക്, അതായത് നമ്മൾ ഇവിടെ ഉള്ള ഇന്ത്യക്കാർക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മികച്ച ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ലൈഫ് കൂടെ കൊടുക്കാന്ന് ഇവിടെ INC ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെ. നമുക്കൊരു സാമൂഹികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ജീവിതം കൂടെ നമുക്ക് കിട്ടണം അല്ലെ, അന്നത്തെ ഇന്ത്യക്കാർക്ക് കിട്ടണം. ഓക്കെ, അപ്പോ ഇവിടെ രണ്ട് തരത്തിലുള്ള നാഷണലിസം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ പറയുന്ന നമ്മുടെ INCക്ക് അകത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. മോഡറേറ്റും അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റും, അതായത് തീവ്രവാദികളും മിതവാദികളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എക്സ്ട്രീമിസ്റ്റും അതുപോലെ തന്നെ മോഡറേറ്റ്സും ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ പാവങ്ങളാണ്, അതായത് എല്ലാം സമാധാനമായിട്ട് നേടിയെടുക്കാമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് മിതവാദികൾ. ഓക്കെ, എല്ലാത്തിനും മിതമായിട്ടുള്ള രീതിയിൽ നേടിയെടുക്കുന്നതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് മോഡറേറ്റ്സ് എന്ന് പറയുന്നത്. എക്സ്ട്രീമിസ്റ്റുകൾ കുറച്ച് എക്സ്ട്രീം ആണ്, കുറച്ച് റാഡിക്കൽ ആണ്, കുറച്ച് തീവ്രവാദം അല്ലെ, എല്ലാ കാര്യങ്ങളും വയലൻസിലൂടെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമും ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ മോഡറേറ്റ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നുമുള്ള രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, പക്ഷെ ഇവർക്കെല്ലാം കോമൺ ആയിട്ട് കുറച്ച് എന്താണ് ബേസിക് ഐഡിയാസ് ഉണ്ടായിരുന്നു, വാല്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ എല്ലാം അടിസ്ഥാന ആശയങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിസ്ഥാന ആശയങ്ങളെല്ലാം ഒരുപോലെ തന്നെയായിരുന്നു. പക്ഷെ അതിനകത്ത് ഉണ്ടായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള
ആശയങ്ങളും അവരുടേതായിട്ടുള്ള മൂല്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനുള്ളത്. അപ്പൊ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.